ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊറോണ ഉണ്ടാക്കിയ ആഘാതം ഒന്ന് മാറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ വലിയൊരു വൈറസാണോ ഇന്ന് ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി വാർത്താമാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ചൈനയിൽ പുതിയതായി ഒരു വൈറസ് പടർന്നു പിടിക്കുന്നു എന്നുള്ളതും അതുമൂലം മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്നുവെന്നും അവിടുത്തെ ആശുപത്രികളിൽ രോഗികളാൽ കുമിഞ്ഞുകൂടുന്നുവെന്നും. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ HMPV അല്ലെങ്കിൽ ഈ വൈറസ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? നമ്മളിലേക്ക് ഇത് എത്തപ്പെടുമോ? അല്ലെങ്കിൽ എന്താണ് ചൈനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു സാഹചര്യം എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. 2001 ഇത് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. അതായത് കോവിഡൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ. കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷം പിന്നിടുമ്പോൾ ചൈനയിൽ ഇതാ വീണ്ടും ഒരു പുതിയ വൈറസ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, അതായത് HMPV. ഇത് വ്യാപകമായി പടരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് ശരിക്കും ശ്വാസകോശത്തിനെ ബാധിക്കുന്നൊരു വൈറസാണ്. എല്ലാ പ്രായക്കാർക്കും, അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ പടർന്നു പിടിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് ഇതിനും ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പനി പോലുള്ള ലക്ഷണമാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതുകൂടാതെ ജലദോഷം, തൊണ്ടവേദന, പിന്നെ വളരെ ചുരുക്കം ആളുകളിൽ ന്യൂമോണിയയും ബാധിക്കുന്നുണ്ട്. ഈ ന്യൂമോണിയ ബാധിക്കുന്നതാണ് ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥ. കൂടുതൽ പേരിലോട്ട് വളരെ വേഗം സ്പ്രെഡ് ആകുന്നത് കൊണ്ടാണ് ആശുപത്രികൾ നിറയുന്നതായിട്ടും ശ്മശാനങ്ങൾ നിറയുന്നതായിട്ടുമൊക്കെ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകളിൽ ഒന്നിച്ചു വന്നപ്പോഴാണ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്യാൻ, അതായത് ന്യൂമോണിയ പോലെ വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവിടെ മരണസംഖ്യ ഉയരുന്നതായിട്ട് കണ്ടുവരുന്നത്. അതും ചൈനയിലെ ഒരു ഏരിയയിൽ മാത്രമാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇൻഫ്ലുവൻസ, COVID-19 ഇതിപ്പോഴും ചൈനയിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആകുന്നത് കൊണ്ടിട്ട് മാത്രമാണ് മരണസംഖ്യ ഉയരുന്നത്. അല്ലാതെ HMPV മാത്രം അവിടെ പടർന്നു പിടിച്ചതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ ആശുപത്രികൾ നിറയുന്നതായിട്ട് കണ്ടുവരുന്നത്. HMPV ചില ആളുകളിൽ വൈറ്റോ ഗ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കോവിഡ് ഉണ്ടാക്കിയ പോലെ വെള്ള കളറുള്ള ലെങ്സ് ഉണ്ടാകും. അതായത് കംപ്ലീറ്റ് ലെങ്സും ഇല്ലാതാക്കിയിട്ടുള്ള ഒരു അസുഖമാണ്. ഇത് ശരിക്കും ഒരു റെസ്പിറേറ്ററി വൈറസ് ആണ്. ഈ HMPV എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി വൈറസ് ആണ്. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്. അതായത് അപ്പർ റെസ്പിറേറ്ററി ആക്ട്, അതായത് കഴുത്തിന് മുകളിലോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം. പിന്നെ കഴുത്തിന് താഴോട്ടും ലെങ്സ് വരെയും അത് അഫക്റ്റ് ചെയ്യും. ഈ കഴുത്തിന് താഴോട്ട് ലെങ്സിൽ വരെ വരുന്നതാണ് ലോവർ റെസ്പിറേറ്ററി ആക്ട് ഇൻഫെക്ഷനും. ഇത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെയും വരാം. ഒരുമിച്ച് ഒരുപാട് ആളുകളിലേക്ക് സ്പ്രെഡ് ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം എല്ലാവർക്കും പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല. വീക്കായിട്ടുള്ള ആ ഒരു കുറച്ച് മനുഷ്യരുണ്ടല്ലോ, അതായത് പ്രതിരോധ ശേഷി കുറഞ്ഞ പ്രായമായ 65 വയസ്സിനൊക്കെ മുകളിലോട്ടുള്ള ആൾക്കാരിലോട്ടൊക്കെ സ്പ്രെഡ് ആകുമ്പോഴാണ് കൂടുതലായിട്ടും പ്രോബ്ലങ്ങൾ കണ്ടുവരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 6 days ആണ്. അതായത് 3 മുതൽ 6 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, സാധാരണ ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത്? കോവിഡിനെ പോലെ തന്നെ വളരെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വൈറസ് ആണ്. അതായത് HMPV ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്തിടപഴകുമ്പോൾ, അതായത് അവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ നമുക്കും വരാം. അതുപോലെ ക്ലോസ് പേഴ്സണൽ കോണ്ടാക്റ്റ്, അതായത് നമ്മളിപ്പോൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കൂലേ, ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ കൈ കഴുകാതെ തന്നെ നമ്മളുടെ മൂക്കിലും വായിലും ഒക്കെ തൊടുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പങ്കുവയ്ക്കുന്നത് HMPV ഹൈ റിസ്ക് പോപ്പുലേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ പ്രായമായ ആൾക്കാരിലും യങ്ങായിട്ടുള്ളവരിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണിത്. കോവിഡിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ആ കോവിഡ് വന്നപ്പോൾ ശ്രദ്ധിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും കൈ കഴുകാതെ നമ്മളുടെ മുഖത്തോട്ട് കൈ കൊണ്ടുപോകരുത്. ഇനി ചുമയോ തുമ്മലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കർച്ചീഫ് മസ്റ്റായിട്ട് ഉപയോഗിച്ച് അത് അബ്സോർവ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു കർച്ചീഫ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു സാനിറ്റൈസർ നമ്മളുടെ കയ്യിൽ എപ്പോഴും എവിടെ പോയാലും നമ്മളുടെ കയ്യിൽ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടഞ്ഞ മുറികളിൽ, അതായത് നമ്മൾ രോഗിയുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വായു സഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 20 സെക്കൻഡ് കൂടുമ്പോൾ കൈ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ, അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല അസുഖങ്ങൾ, ഇതെന്നല്ല മറ്റു പല വൈറസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ അതിനെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ഉണ്ടല്ലോ, അതായത് ഈ ബേക്കറി ഐറ്റംസ് പോലുള്ള അങ്ങനത്തെ ഫുഡും മാക്സിമം നമ്മൾ കുറയ്ക്കുക. നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു പരിധി വരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇനി പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക. കൃത്യമായി 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുക. പിന്നെ നമ്മളുടെ ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മാനസിക സമ്മർദ്ദം വളരെയധികം കുറച്ചുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകുക. ഇപ്പം നമുക്ക് പാട്ട് കേൾക്കാം, കഥകൾ വായിക്കാം, അല്ലെങ്കിൽ കവിതകൾ വായിക്കാം. അങ്ങനെ കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വൈറസും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെയൊക്കെ ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ചൈനയിലെ നോർത്തേൺ പ്രൊവിൻസിലുള്ള ചില ഹോസ്പിറ്റലുകൾ ഇത്തരം ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിനൊപ്പം ഈ തണുപ്പ് പടരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ചില വൈറസുകളും ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസ, പിന്നെ റെസ്പിറേറ്ററി വൈറസ്, കോവിഡ്-19. ഇൻഫ്ലുവൻസ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 3 ഇരട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ് ചൈനയിൽ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു വൈറസ് വന്നു എങ്കിലും അവിടെ നിരന്തരമായി ഈ പറഞ്ഞ അസുഖങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഹോസ്പിറ്റൽ കേസ് കൂടി വരികയാണ്. ഇതെല്ലാം കൂടെ ആയപ്പോൾ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ച് അസുഖം വരുമ്പോൾ ഏറ്റവും വീക്കായ ആളുകൾ സ്വാഭാവികമായും മരണപ്പെടാറുണ്ട്. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ ഉണ്ടാക്കിയ വിപത്തിൽ നിന്നും ശരിക്കും നമ്മളൊന്ന് ന്യൂ ലൈഫിലേക്ക് കരകയറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുതിയ വൈറസിനെയും നമ്മൾ കോവിഡിനെ പോലെ തന്നെ നേരിടാൻ ശ്രമിക്കണം. ആരും പാനിക്കാവേണ്ട ആവശ്യമില്ല. ശരിക്കും അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഈ ഒരു അസുഖത്താൽ മാത്രമല്ല രോഗികൾ കുമിഞ്ഞുകൂടുന്നത്. അവിടെ കോവിഡ്-19 ഇപ്പോഴും പലയിടത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മുൻകരുതൽ എന്ന പോലെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഏതൊരു വൈറസിൽ നിന്നും രക്ഷ നേടാം. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടേക്ക് കെയർ ഓൾ.